ഹായ്, ഞാൻ ഈ ഒരു സാധനം വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇതെന്താണെന്നല്ലേ, ഇത് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ ഡെയിലി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എവിടെ സ്നാക്സ് എന്ന്. ഞാൻ പറയാം ഇന്ന് വയ്യ, നാളെ ആവട്ടെ എന്ന്. ഇനിയും നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ കോൺട്രയാവും. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അവൻ പോയിരിക്കും, സ്കൂളിൽ പോയിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഈസി സ്നാക്സ് ചെയ്താലോ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. പാനിലല്ല, ചട്ടിയിലാണ്. വറുത്ത് കോരുന്ന കറികളൊക്കെ ഞാൻ ചട്ടിയിലാണ് ചെയ്യാറ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിൽ കുക്കിങ്ങിന് യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണിത്. ഞാൻ ആദ്യമേ പറയാം, പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് 60% കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ 60%. ഓക്കെ, 60% റൈസ് ബ്രാൻഡ് ഓയിലും 40% കോൺ ഓയിലും കൂടെ മിക്സ് ആയിട്ടുള്ള ഓയിലാണ്. ഇതാണ് ഞാൻ സാധാരണയായിട്ട് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ എനിക്കെന്തോ അതിന് കൂടെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഞാൻ പാത്രത്തിലേക്ക് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലോങ് ഡിസ്റ്റൻസിൽ ചെയ്യുമ്പോൾ ശരി കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതാ പാത്രത്തിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എണ്ണയല്ലാതെ വലിച്ചെടുത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓയിൽ കണ്ടൻറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് എല്ലാം സെപ്പറേറ്റ് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് ഓയിലൊന്ന് പോയതിന് ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിൽ നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ അവിൽ ഇതിലേക്ക് ഇടുന്ന വീഡിയോ റെക്കോർഡായില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കിലുക്കുമ്പോൾ ഒരു സൗണ്ട് വരണേ. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്യാം. കാഷ്യൂ, അതുപോലെ തന്നെ ആൽമണ്ടൊക്കെ ചേർക്കാം. ഇനി അടുത്തത് നിലക്കടലയാണ്. ഇതും ചേർത്ത് കൊടുക്കും. ഇടുന്ന സമയത്ത് കുറച്ച് വിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫുൾ ചൂട്. ശരിക്കും കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഈസി വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇതുപോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സ് ചെയ്യാം. ഓക്കെ, എല്ലാം കുറച്ചേ ഉള്ളൂ, പക്ഷേ ഞാൻ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വലിപ്പമുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അവിൽ, പൊട്ടുകടല ചൂടാറിയതിന് ശേഷം ചേർക്കണേ. പീനട്ട്, പിന്നെ കറിവേപ്പില. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് മതി.
പാത്രത്തിലേക്ക് ഇട്ടാലോ? സൂപ്പർ അല്ലേ? ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ കുറച്ചെടുത്തിട്ട്, അപ്പം ഞാൻ അവിലൊക്കെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. വേണമെങ്കിൽ നട്ട്സ് ചേർക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് തോന്നുകയാണ് ഒരു മിക്സറൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി ഇതൊരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്. ഇനി നല്ല റെസിപ്പീസ് ചെയ്യണമെന്നുണ്ട്. ഹെൽത്തൊക്കെ നോക്കിയായി വന്നതിന് ശേഷം തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.